പ്രധാനമന്ത്രി ആവാസ് യോജന സർവേയിൽ വെള്ളം ചേർത്ത് തദ്ദേശ വകുപ്പ്. ലൈഫ് മിഷൻ പട്ടികയിൽ ഉൾപ്പെട്ടവർ മാത്രം സർവേയിൽ മതിയെന്നും പുതിയ ആരെയും ഉൾപ്പെടുത്തരുതെന്നും സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് സർക്കാർ നൽകിയ കത്തിന്റെ പകർപ്പ് 24-ന് ലഭിച്ചിട്ടുണ്ട്. MG പ്രതീഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിരിക്കുന്ന വിവരങ്ങൾ? ഈ സർക്കാരിൻ്റെ ഈ ഇടപെടൽ അത് കേന്ദ്ര നിർദ്ദേശത്തിന് വിരുദ്ധമാണ് എന്നുള്ള ആക്ഷേപം ഇപ്പോൾ ഉയരുന്നുണ്ട്. ഒരുപാട് പേർ പ്രതീക്ഷയോടുകൂടി ഈ ലിസ്റ്റിന് പുറത്ത് കാത്തിരിക്കുന്നവരുണ്ട്. അവരും പ്രതിസന്ധിയിലാവാൻ പോകുന്നു ഈ നീക്കത്തിന് പിന്നാലെ. എന്താണ് മനസ്സിലാവുന്നത് പ്രതീഷ്? റിജിത്ത്, കേന്ദ്ര സർക്കാരിൻ്റെ അഭിമാന പദ്ധതിയാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി. ഈ പദ്ധതി മുഖാന്തരം നിരവധി വീടില്ലാത്തവർക്കാണ് അടച്ചുറപ്പുള്ള ഒരു വീട് ലഭിച്ചിരുന്നത്. ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ വേണ്ടത്ര ഗുണഭോക്തൃ ആളുകൾ ഉൾപ്പെടാത്തതിനെ തുടർന്ന് ഒരു സർവേ നടത്താൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിൻ്റെ ഭാഗമായി 2025 ഏപ്രിൽ മുതൽ തന്നെ ഈ ഗുണഭോക്തൃ ലിസ്റ്റ് തയ്യാറാക്കുന്നതിനായി സർവേ നടപടികളും ആരംഭിച്ചു. സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥരാണ് ഈ സർവേ നടപടികൾ പൂർത്തിയാക്കി കേന്ദ്ര സർക്കാരിന് ബന്ധപ്പെട്ട റിപ്പോർട്ട് കൈമാറേണ്ടത്. ഈ ഘട്ടത്തിലാണ് ഈ തദ്ദേശ വകുപ്പ് അല്ലെങ്കിൽ സർക്കാർ തന്നെ ഇതിൽ ഒരു നിബന്ധന അല്ലെങ്കിൽ ഒരു ഇടപെടൽ നടത്തിയിരിക്കുന്നത്. നേരത്തെ 6 വർഷം മുമ്പ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെട്ട ധനസഹായം ലഭിക്കാത്തവരെ മാത്രം ഈ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിലെ സർവേയിൽ ഉൾപ്പെടുത്തിയാൽ മതി എന്നതാണ് സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം. ഇത് സംബന്ധിച്ച സർക്കാർ നിർദ്ദേശം തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് ഒരു കത്തായി തന്നെ സർക്കാർ കൈമാറുകയും ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായി ഈ PMAY പദ്ധതിയിലും ലൈഫ് ലിസ്റ്റിലും ഉൾപ്പെടാത്ത നിരവധി കുടുംബങ്ങൾക്കാണ് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. കാരണം 6 വർഷം മുമ്പാണ് അവസാനമായി ലൈഫ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഈ സാങ്കേതിക കാരണങ്ങളാൽ പോലും ഈ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത കുടുംബങ്ങൾ നിരവധിയാണ്. ആ കുടുംബങ്ങളെ പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്താൻ കഴിയുമായിരുന്നു. പക്ഷേ സർക്കാരിൻ്റെ ഈ ഒരു ഇടപെടൽ അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശം കാരണം PMAY പദ്ധതിയിൽ പോലും ആ കുടുംബങ്ങൾക്ക് ഇടം പിടിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ ദിവസം ഈ കിളിമാനൂർ മടവൂരിൽ ഒരു കുടുംബം അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിൽ കഴിയുന്നൊരു വാർത്ത 24 തന്നെ പുറത്തു കൊണ്ടുവന്നതാണ്. അതാ ഈ ലൈഫ് ലിസ്റ്റിൽ ഉൾപ്പെടാത്തൊരു കുടുംബമായിരുന്നു. പിന്നീട് അവർക്കുണ്ടായിരുന്ന മറ്റൊരു പ്രതീക്ഷ PMAY പദ്ധതിയിൽ ഉൾപ്പെടാം എന്നതായിരുന്നു. പക്ഷേ ഈ ഒരു സർക്കാരിൻ്റെ ഈ ഒരു നിർദ്ദേശമാണ് ആ കുടുംബങ്ങളെ അല്ലെങ്കിൽ അതുപോലുള്ള നിരവധി കുടുംബങ്ങൾക്ക് ഇപ്പോൾ തിരിച്ചടിയായിരിക്കുന്നത്. ഈ നിർദ്ദേശം സർക്കാർ പിൻവലിക്കണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. അത്തരത്തിലൊരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വേണം. നേരത്തെ ഈ അർഹതപ്പെട്ട ആളുകൾക്ക് വീട് ലഭിക്കുന്നതിനായി ഈ സർവേ നടപടികൾ പല ഘട്ടത്തിൽ കേന്ദ്ര സർക്കാർ നീട്ടി നൽകിയിരുന്നു. ഇനി അടുത്ത മാസം 6-ാം തീയതിയാണ് ഈ സർവേ അവസാനിക്കാൻ പോകുന്നത്. അതിനു മുൻപ് ഇത്തരമൊരു നിർദ്ദേശം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെട്ട് ഒഴിവാക്കിയില്ലെങ്കിൽ ആയിരക്കണക്കിന് ആളുകൾ വീടിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. അവർക്കൊക്കെ തന്നെ വലിയ നിരാശ തന്നെയാകും. റിജിത്ത, ശരി, പ്രതീക്ഷയോടുകൂടി വീടിനായി കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് പ്രതിസന്ധിയാവുന്ന ഈ നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറണം എന്നുള്ള ആവശ്യവും ശക്തമാവുന്നുണ്ട്. MG പ്രതീഷ് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.